നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ പുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. നവമസ്കന്ധം 10-ാം അധ്യായം. ഇനി 16 എടുക്കുന്നത്. 15 വരെയല്ലേ എടുത്തേ? നവമം 10-ാം അധ്യായം 16-ാമത്തെ ശ്ലോകം. അതെ സാർ, ഇനി 16-ാമത്തെ. രാമായണം കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ബദ്ധോദധൗ രഘുപതൻ വിവിധ ത്രികൂടൈ ഫേതും കപീന്ദ്രകടകംബിതഭൂരുഹംഗൈ സുഗ്രീവനീര ഹനുമത് പ്രമുഖൈരനീകൈ ലങ്കാം വിഭീഷണദൃശാവിശദ അഗ്രദഗ്ധം. ബദ്ധ്വാ ഉദധൗ, ഉദധിയിൽ ബന്ധിച്ചിട്ട്, രഘുപതി വിവിധ അദ്രികൂടൈഹി, പലതരത്തിലുള്ള പർവ്വത ശിഖരങ്ങളെ കൊണ്ട്, അദ്രികൂടങ്ങളെ കൊണ്ട്, സേതും ബദ്ധ്വ, സേതു ചിറയുണ്ടാക്കിയിട്ട്, കപീന്ദ്ര കരകമ്പിത ഭൂരുഹംഗൈ, കപീന്ദ്രന്മാരുടെ കരത്തിൽ കമ്പിതങ്ങളാകുന്ന ഭൂരുഹങ്ങളായ അംഗങ്ങളാൽ, കവീന്ദ്രന്മാരെ അവരുടെ കൈകൊണ്ട് ചെന്ന് വൃക്ഷശാഖകളോട് കൂടിയ പലതരത്തിലുള്ള പർവ്വത ശിഖരങ്ങളെ അടർത്തിയെടുത്ത് കടലിക്കൊണ്ടിട്ടു. പർവ്വതശിഖരങ്ങൾ ചെന്ന് കുലുക്കി അടർത്തിയെടുക്കുമ്പോൾ അതിൽ ധാരാളം മരങ്ങളുമുണ്ട്. ആ മരത്തോടു കൂടി തന്നെ സമുദ്രത്തിൽ കൊണ്ടങ്ങനെ പതിപ്പിച്ചു. വാശിയേറിയ ഓരോ വാനരന്മാരും പല ദിക്കിൽ നിന്നും പാറകളും കല്ലുകളും അതേപോലെ പലതരത്തിലുള്ള പർവ്വത ശിഖരങ്ങളും പിഴുതെടുത്തും അവരെ എറിഞ്ഞു തകർത്തും തല്ലിയിട്ടും കടലിക്കൊണ്ടെന്നാണ് ചിറ കെട്ടിയുണ്ടാക്കിയത്. വിവിധ കപീന്ദ്രകരകമ്പിത ഭൂരുഹംഗൈഹി വിവിധ അദ്രികൂടൈഹി രഘുപതിഹി ഉദധൗ സേതും ബദ്ധ്വ. കപീന്ദ്രന്മാരുടെ കരത്തിൽ ചലിക്കുന്ന പർവ്വതശിഖരങ്ങളോടും കൂടി, ചലിക്കുന്ന വൃക്ഷങ്ങളോട് കൂടിയ പലതരത്തിലുള്ള പർവ്വതങ്ങളുടെ ശിഖരങ്ങൾ അടർത്തിയെടുത്ത് രഘുപതിയായ രാമൻ ഉദധിയിൽ സേതു ബന്ധിച്ചിട്ട്, സുഗ്രീവനീര ഹനുമത് പ്രമുഖൈരനീകൈഹി, സുഗ്രീവൻ, നീലൻ, ഹനുമാൻ തുടങ്ങിയ പ്രമുഖരായ അനേകങ്ങൾ സൈന്യങ്ങൾ, അനീകൈഹി സൈന്യങ്ങളാൽ, ലങ്കയെ വിഭീഷണദൃശ അവിശത്, വിഭീഷണൻ കാണിച്ചു തന്ന വഴിയിലൂടെ, വിഭീഷണ ദൃശ അവിശത് പ്രവേശിച്ചു, അഗ്രദഗ്ധാം ആദ്യം ദഹിപ്പിച്ചാണ്. ഹനുമാൻ വന്ന് ആദ്യം ദഹിപ്പിച്ചു എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തേ ഉള്ളൂ. അഗ്രദഗ്ധാം ലങ്കാം വിഭീഷണദൃശ ആവിശത്. ആദ്യം ദഹിപ്പിക്കപ്പെട്ട ലങ്കയെ വിഭീഷണൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ ഈ വാനര സൈന്യങ്ങൾ അകത്തേക്ക് കടന്നു പ്രവേശിച്ചു. ബദ്ധോദധൗ രഘുപതൻ വിവിധദ്രകൂടൈ സേതും കപിന്ദകരകമ്പിത ഭൂരുഹംഗൈ സുഗ്രീവനീര ഹനുമത് പ്രമുഖൈരനീകൈ ലങ്കാം വിഭീഷണദിശാവിശദ അഗ്രദഗ്ധം. ബദ്ധോദധൗ രഘുപതൻ വിവിധദ്രകൂടൈ സേതും കപിന്ദകരകമ്പിത ഭൂരുഹംഗൈ
സുഗ്രീവനീര ഹനുമത് പ്രമുഖൈരനീകൈ ലങ്കാം വിഭീഷണദിശാവിശദഗ്രദഗ്ധം ഭാവാനരേന്ദ്രബലയുദ്ധവിഹാരകോഷ്ഠ ശ്രീദ്വാരഗോപുര ശ്രീദ്വാരഗോപുരഫദോ വളഭീവിഡങ്കാः ഭജ്യമാനധിഷണധ്വജ ഹേമകുംഭ ശൃംഗാരക ഗജകുലേ ഹൃദനീപഘൂർണാം. ആലങ്ക വാനരേന്ദ്ര ബലരുദ്ധവിഹാരകോഷ്ഠ. വാനരേന്ദ്രന്മാരുടെ ബലം കൊണ്ട് തടയപ്പെട്ട രുദ്ധമായ വിഹാരകോഷ്ഠം വിഹരിക്കുവാനുള്ള വഴികൾ എന്നർത്ഥം. അകത്തേക്ക് കടക്കാനുള്ള വഴികൾ. വാനരേന്ദ്രന്മാരാൽ അവരുടെ സൈന്യം കൊണ്ട് ബലം കൊണ്ട് തടയപ്പെട്ട വിഹാരകോഷ്ഠങ്ങളോട് കൂടിയതും ശ്രീമദ് ദ്വാര ഗോപുര ഫോദ വളഭീ വിഡങ്കാഹ. ഈ ലങ്ക വാനരന്മാരെ കളിക്കാനുള്ളൊരു ഉപകരണമാക്കി മാറ്റിയെന്നാണ്, അല്ലാതെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല. അവരുടെ ഒരു വിഹാര കേന്ദ്രമായി ആർത്തുരമ്പി സന്തോഷിച്ച് ഉല്ലസിച്ച് ആർത്തട്ടഹസിച്ചാണ് ലങ്കയിലേക്ക് ചെല്ലുന്നത്. അവിടെ ശ്രീ ഐശ്വര്യം, ലക്ഷ്മി എന്നൊക്കെയാണ്. ഇവിടെ ധനത്തിന്റെ ദേവതയായ ഐശ്വര്യ ദേവതയാണ് ഉദ്ദേശിക്കുന്ന ശ്രീ. ഭണ്ഡാരങ്ങൾ, ദ്വാരങ്ങൾ, ഗോപുരങ്ങൾ, സദസ്, സഭ, വളഭി, മാളികകളിലെ മുൻഭാഗത്തുള്ള ചില മറവുകൾ, പിടങ്കം, പ്രാവുകൾ മുതലായ പക്ഷികൾക്കിരിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാനം, ഇതെല്ലാം ശ്രീദ്വാര ഗോപുര പദോ വളഭീ വിഡങ്കാഹ. ഭണ്ഡാരങ്ങൾ, ദ്വാരങ്ങൾ, ഗോപുരങ്ങൾ, പദസുകൾ, വളഭികൾ, വിഡംഗങ്ങൾ ഇവയൊക്കെ നിർഭജ്യമാനധിഷണധ്വജ ഹേമകുംഭശൃംഗാരകാഹ. ഇവയൊക്കെ നിർഭജ്യമാനമാക്കി, അതെല്ലാം തകർത്ത് കളഞ്ഞു എന്നർത്ഥം. ലങ്കാപുരത്തേക്ക് പ്രവേശിച്ച സൈന്യങ്ങൾ കാത്തിക്കൂട്ടിയ ഗോഷ്ഠികളെ കുറിച്ചാണ്. അവരെ നിർഭജ്യമാന ധിഷണധ്വജ ഹേമകുംഭശൃംഗാരക ഗജകുലേർ ഹൃദനീവഘൂർണ. ആനക്കൂട്ടങ്ങൾ ഒരു തടാകം തകർക്കുന്നത് പോലെ. ആനക്കൂട്ടങ്ങൾ ഒരു തടാകത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ വെള്ളം കോരി ദേഹത്തൊഴിച്ച്, മറ്റാനകളുടെ ദേഹത്തൊഴിച്ച്, അവിടെ പൂക്കൾ പറിച്ച്, വൃക്ഷങ്ങൾ തല്ലിയടച്ച് കോലാഹലങ്ങൾ കാണിക്കും. ഇതുപോലെയാണ് ഇവരവിടെ ഇറങ്ങിയത്. അങ്ങനെയുള്ള ആ ലങ്കാനഗരിയിലേക്ക് ഇറങ്ങി സൈന്യങ്ങളുടെ ഒരു സംഘം പട്ടണത്തിലെ ക്രീഡാസ്ഥാനങ്ങൾ ആദ്യം നിരോധിച്ചു, അടച്ചു. ഇനി ആർക്കൊണ്ട് കയറാൻ പറ്റില്ലാത്ത മട്ടിൽ ഇവർ വാതുകൾ ചെന്ന് അത് തടഞ്ഞു. വേറെ ചില ധാന്യം സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ കുത്തിപ്പൊളിച്ച് കളഞ്ഞു. മറ്റു ചിലർ ഭണ്ഡാകാരങ്ങൾ തല്ലി തകർത്തു. വേറെ കുറേ ആൾക്കാർ വീടുകളിലേക്ക് ചാടിക്കയറി പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനുള്ള ഗോപുരങ്ങൾ, വഴികൾ അതൊക്കെ തല്ലി തകർത്ത് തടസ്സമുണ്ടാക്കി. ചില സഭാമണ്ഡപം തകർത്തു കളഞ്ഞു. സദസ്, മന്ത്രിസഭകൾ ചേരുന്ന മണ്ഡപങ്ങൾ തല്ലി തകർത്തു. വേറെ ചില പ്രാസാദങ്ങളുടെ മുമ്പിലുള്ള ചില മറവുകളൊക്കെ തല്ലി ഇല്ലാണ്ടാക്കി. വേറെ ചില വീടുകളിലെ വാവടകൾ, എന്നുവെച്ചാൽ ഉത്തരം, വളകൾ,
വളഭി, വാവടകൾ, ഇതെല്ലാം തല്ലിപ്പൊളിച്ച് താഴെയിട്ടു. വേറെ ഇതിലെ ആ വീടുകളിലെ ഈ മുമ്പിലുള്ള ഈ തെണ്ണുകളൊക്കെ തല്ലി തകർത്തു. എന്നിട്ട് വേറെ ഇതിലെ കൊടിമരങ്ങൾ പറിച്ചെടുത്ത് പുഴക്കി താഴെയിട്ടു. കുറെ ആളുകള് പ്രാഭാതങ്ങളുടെ മുകളിൽ കയറി സ്വർണ്ണത്താഴിക കുടങ്ങളൊക്കെ തല്ലിയൊളിച്ചു. വേറെ ഇതിലെ 4 പാതകൾ ചേരുന്ന സ്ഥാനങ്ങളൊക്കെ നിരോധിച്ചു. ഇങ്ങനെ ലങ്കാപുരി കീഴ്മേൽ മറിച്ചു. ഒരു പക്ഷേ രാമായണത്തെക്കാൾ ഭംഗിയായിട്ട് വ്യാസൻ എങ്ങനെയാണ് ലങ്ക മർദ്ദനം ചെയ്തത്, ലങ്കാനഗരിയെ മുഴുവൻ തല്ലി തകർത്ത് എങ്ങനെയാണ് എന്ന്. നഭജ്യമാന ധിഷണധ്വജ ഹേമകുംഭം, ഹേമകുംഭം സ്വർണ്ണത്താഴികക്കുടം, ധ്വജങ്ങൾ കൊടികൾ, ശൃംഗാടകാഹ ശൃംഗാടകങ്ങൾ, 4 വഴികൾ വന്നു ചേരുന്ന സ്ഥലം, എൻ്റെ പേരാണ് ശൃംഗാടകം. 4 കവലകൾ എന്ന് പറയാം. ഇവകളൊക്കെ അവർ തടഞ്ഞു. കാരണം ലക്ഷക്കണക്കിന് സൈന്യങ്ങളാണ്. ഇവരെ നിരോധിച്ചു, തടഞ്ഞു. ഇന്നത്തെ ഭാഷയിൽ ഖരാവോ ചെയ്തു. ആരെ അകത്തോട് കയറ്റുകയില്ല. 4 വഴികൾ വന്നു ചേരുന്ന സ്ഥലത്ത് 4 ദിക്കിലും ആൾക്കാർ നിന്നു. അകത്തോട്ട് പോകാൻ പറ്റില്ല, പുറത്തോട്ടും പോകാൻ പറ്റില്ല. പിന്നെന്താണ്, ഐശ്വര്യദേവതയുടെ ഇരിപ്പിടമായ ഭണ്ഡാകാരം തല്ലി തകർത്തു, ദ്വാരം തകർത്തു, ഗോപുരം തകർത്തു, സഭകൾ ഇല്ലാണ്ടാക്കി, വളഭികളും വിടങ്ങുകളും തകർത്തു. പിന്നെന്താണ്, അവിടെയുള്ള കൊടിമരങ്ങൾ കൊടിയോടുകൂടി പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞു. വീടുകളുടെ മുകളിൽ കയറി സ്വർണ്ണകുംഭങ്ങൾ താഴികക്കുടങ്ങളൊക്കെ തകർത്തു. 4 വഴികൾ കൂടി ചേർന്ന് തടഞ്ഞു. വീടുകളിൽ കയറി പല വീടുകളിലും തെന്നയും അവയുടെ തൂണുകളും കോലാകളും അവയുടെ വളഭികളും ഓടും ഒക്കെ തല്ലി തകർത്തു. അങ്ങനെ ഒരാന എപ്രകാരമാണോ ഒരു കുളത്തിൽ കയറിയാൽ വിഹരിക്കുന്നത്, ഇതുപോലെ വാനരന്മാർ അവിടെ വിഹരിച്ചു. വാനരന്ധ്രബലരുദ്ധ വിഹാരകോഷ്ഠ ശ്രീദ്വാരഗോപുരഫദോ വളഭീവിടങ്കാം നിർഭജ്യമാനധിഷണധ്വജ ഹേമകുംഭ ശൃംഗാടക ഗജകുലേർഹൃദിനീവഘൂർണാം. വാനരേന്ദ്രബലരുദ്ധ വിഹാരകോഷ്ഠ ശ്രീദ്വാരഗോപുരഫദോ വളഭീവിടങ്കാം നിർഭജ്യമാനധിഷണധ്വജ ഹേമകുംഭ ശൃംഗാടകാം ഗജകുലേർ ഹൃദിനീവഘൂർണാം. രക്ഷപതിസ്തവലോക്യ നികുംഭകുംഭം ധൂമ്രാക്ഷ ദുർമുഖഫുരന്തനരന്തകാദീൻ പുത്രം പ്രഹസ്തമധികായ നികമ്പനാദീൻ സർവാനുഗൻ സമഹിനോദകുംഭകർണം. രക്ഷപതി രാവണൻ തദവലോക്യ ഇത് കണ്ടിട്ട് നികുംഭ കുംഭ ധൂമ്രാക്ഷ ദുർമുഖ ഫുരന്ത നരാന്തകാദീൻ, ഇവരൊക്കെ മന്ത്രിമാരാണ്. രാവണന്റെ കൂടെ നിൽക്കുന്ന കുറേ മന്ത്രിമാരുടെ നികുംഭൻ, കുംഭൻ, ധൂമ്രാക്ഷൻ, ദുർമുഖൻ, ഫുരാന്തകൻ, നരാന്തകൻ ആദിയായവരെയും പുത്രം പ്രഹസ്തം പുത്രനെയും പ്രഹസ്തനായ മന്ത്രിയെയും അധികായ നികമ്പനാദീൻ അധികായനെയും വികമ്പനൻ മുതലായവരെയും സർവാനുഗാൻ സമഹിനോദകുംഭകർണം തന്നെ അനുകരിക്കുന്ന എല്ലാവരെയും അനന്തരം കുംഭകർണരെയും യുദ്ധത്തിനായിട്ട് പറഞ്ഞയച്ചു. ഓരോരുത്തരെ പറഞ്ഞയച്ചു. നികുംഭനെ വിട്ടു, കുംഭനെ വിട്ടു, ധൂമ്രാക്ഷനെ വിട്ടു, ദുർമുഖനെ വിട്ടു, ഫുരാന്തകൻ, നരാന്തകൻ ഇവരെയൊക്കെ വിട്ടു. സ്വന്തം പുത്രനായ ഇന്ദ്രിയത്തിനെ വിട്ടു, പ്രഹസ്തനെ വിട്ടു, അധികായനെ വിട്ടു, നികമ്പനെ വിട്ടു. ഇങ്ങനെ ഇവരെല്ലാം ഓരോരുത്തരും അവസാനം കുംഭകർണയും പറഞ്ഞയച്ചു. രക്ഷപതിസ്തവലോക്യ നികുംഭകുംഭം രാക്ഷദുർമുഖ ഫുരാന്ത നരാന്തകാദീൻ പുത്രം പ്രഹസ്തമധികായ നികമ്പനാദീൻ സർവാനുഗൻ സമഹിനോദകുംഭകർണം.
രക്ഷപ്പതിസ്തവലോക്യ നികുംഭകുംഭധുംരാക്ഷതുർമുഖപുരാന്തനരന്തകാദീൻ പുത്രം ബൃഹസ്തമധികായ നികമ്പനാദീൻ സർവാനുഗൻ സമഹിനോദകുംഭകർണം താം യാതുധാനവദനാമഭിശൂരചാപാം പ്രാസൃഷ്ടശക്തിശരതോമരഖഡ്ഗദുർഗാം സുഗ്രീവലക്ഷ്മണമരുത്സുതഗന്ധമാദ നീലംഗദർശപനഫാദിഭിരന്വിതോകാത് താം ആ സൈന്യത്തെ യാതുധാനപ്രതനാം രാക്ഷസ സൈന്യത്തെ പ്രതന സൈന്യം യാതുധാനപ്രതനാം താം ഇത്രയും ആൾക്കാരോട് കൂടിയിരിക്കുന്ന ആ രാക്ഷസന്മാരുടെ സൈന്യത്തെ അഫി ശൂല ചാപ പ്രാഫ വൃഷ്ടി ശക്തി ശര തോമര ഖഡ്ഗ ദുർഗാം വാള് ശൂല് വില്ലം പ്രാഫം അതേപോലെ വൃഷ്ടി ശക്തി ബാണം തോമരം മുതലായ ആയുധങ്ങൾ ധരിച്ചും സുഗ്രീവ ലക്ഷ്മണ മരുത്സുതഗന്ധമാദ സുഗ്രീവൻ ലക്ഷ്മണൻ മരുത്സുതൻ ഹനുമാൻ ഗന്ധമാദൻ നീലൻ അംഗദൻ കൃക്ഷൻ പനഫൻ ആദികരോടുകൂടി അന്നുക എത്തുത്തു. രണ്ട് പക്ഷത്തിനുമുള്ള കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞാണ്. ഈ യാതുധാന സൈന്യത്തെ കണ്ടിട്ട് കുറെ ആയുധങ്ങൾ കയ്യിൽ ധരിച്ചുകൊണ്ട് സുഗ്രീവനും ലക്ഷ്മണനും ഹനുമാനും ഗന്ധമാദനും നീലനും അംഗദനും വൃക്ഷനും പനഫൻ ആദിയായ കുറെ വാനരന്മാർ അവരുടെ നേരെ എതിർത്തു. താം യാതുധാനപ്രതനാമഭിശൂരചാപ പ്രാസൃഷ്ടശക്തിശരതോമരഖഡ്ഗദുർഗാം സുഗ്രീവലക്ഷ്മണമരുത്സുതഗന്ധമാദ നീലംഗദർശവനപാദിഭിരന്വിതോകാത് താം യാതുധാനപതനാമഭിശൂരചാപ പ്രാസൃഷ്ടശക്തിമരുതോമര ശരതോമരഖഡ്ഗദുർഗാം സുഗ്രീവലക്ഷ്മണമരുത്സുതഗന്ധമാദ നീലംഗദർശവനപാദിഭിരന്വിതോകാത് താം യാതുധാനപതനാമഭിശൂരചാപ പ്രാസൃഷ്ടശക്തിശരതോമരഖഡ്ഗദുർഗാം സുഗ്രീവലക്ഷ്മണമരുത്സുതഗന്ധമാദ നീലംഗദർശവനപാദിഭിരന്വിതോകാത് തേ അനീകപാരഘുപതേരഭിപത്യ സർവേ ദുന്ദുംബരൂഥം ഇഭവത്തിരഥശ്വയോധൈ ജഘ്നുർത്തുമിർഗിരി ഗദേഷു ഭിരംഗദദ്യ സീതാഭിമർശ ഹതമംഗളരാവണീശൻ. തേ ഇവർ ഈ വാനരസൈന്യന്മാർ അനീകപാഹ അനീകത്തെ പാലിക്കുന്നവൻ, അനീകം പേന സൈന്യം, സൈന്യത്തെ പാലിക്കുന്നവൻ അനീകപൻ. ഇവിടെ അംഗദനാണ് സൈന്യാധിപൻ. അതുകൊണ്ട് അനീകപാഹ തേ അനീകപാഹ ആ അംഗദാദികളായ സേനാനായകന്മാർ രഘുപതേഹി രാമന്റെ അഭിപത്യ സർവേ എല്ലാവരും ചാടി വന്നിട്ട് ദ്വന്ദ്വം വരൂഥം ഇഭപത്തിരഥശ്വയോധൈ ദ്വന്ദ്വങ്ങളായി, എന്നിട്ട് വരൂഥം സൈന്യം സേന, ഇഭം ആന, പത്തി കാലാള്, രഥം അശ്വം യോദ്ധകൾ. ചതുരംഗ യോദ്ധാക്കളെ കുറിച്ച് പറഞ്ഞാണ്. ഇഭപത്തിരഥാശ്വയോധൈ, ഇഭമാന, പത്തി കാലാൾ, രഥമറിയാം, അശ്വമറിയാം. ഈ യോദ്ധാക്കളോട് കൂടിയ വരൂഥത്തെ സൈന്യത്തെ ദ്വന്ദ്വമാക്കി, ഇരട്ടിപ്പാക്കി മാറ്റി. എന്നിട്ടോ ജഘ്നുഹു ഹനിച്ചു, ദ്രുമൈഹി മരങ്ങളെ കൊണ്ട്, ഗിരി ഗദ
ഈഷുഭിഹി അംഗദാദ്യൈഹി, പർവ്വതങ്ങൾ കൊണ്ട്, ഗദ കൊണ്ട്, അമ്പുകൊണ്ട് അംഗദാദ്യന്മാരാൽ ഫീതാഭിമർശഹത മംഗളരാവണേശാൻ, ഫീതയെ സ്പർശിച്ചതുകൊണ്ട്, ഫീതാഭിമർശം കൊണ്ട് ഹതമായ മംഗളത്തോടു കൂടിയ രാവണൻ എന്ന ഈശനോട് കൂടിയ ലങ്കയെ മുഴുവനും ജഘ്നുഹു ഹനിച്ചു, കൊന്നുകളഞ്ഞു, ലങ്കയെ നശിപ്പിച്ചു. തേനീകപാരഘുപതേരഭിവത്യ സർവേ ദ്വന്ദ്വം വരൂഥം ഇഭവത്തിരഥശ്വയോധേ ജഘ്രുദ്രുമേർ ഗിരിഗദേഷു ഭിരംഗദാദ്യാഫീതാഭിമർശഹത മംഗളരാവണേശം. പലതരത്തിലുള്ള ആയുധം കൊണ്ട് ഇവർ യുദ്ധം ചെയ്ത് ലങ്കയെ മുഴുവൻ നശിപ്പിച്ചു. കാരണം സീതയെ സ്പർശിച്ചപ്പോൾ മുതൽ ലങ്കയ്ക്ക് അമംഗളം ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ലങ്കയിൽ രാവണൻ അതിൻ്റെ ഈശനാണെന്ന് അഭിമാനിച്ചു നിൽക്കുന്ന ലങ്കയാണ്. ആ ലങ്കയെ മുഴുവൻ ഇവർ നശിപ്പിച്ചു കളഞ്ഞു. തേനീകപാരഘുപതേരഭിവത്യ സർവേ ദ്വന്ദ്വം വരൂഥം ഇഭവത്തിരഥശ്വയോധേ ജഘ്നുർദ്രുമേർ ഗിരിഗദേഷു ഭിരംഗദാദ്യാഃ ഫീതാഭിമർശഹത മംഗളരാവണേശൻ. രക്ഷപതിസ്വബലനഷ്ടിമവേക്ഷ്യരൂഷ്ട ആരുഹ്യയാനകഥാം യാനകമഥാഭിസസാരരാമം സ്വസ്യന്തനദ്യുമതിമാതലിനോപനീതേ വിഭ്രാജമാനമഹൻ നിശിതേ ക്ഷുരപ്രൈ. രക്ഷപതി രാവണൻ സ്വബല നഷ്ടിം അവേക്ഷ്യ, സ്വന്തം സൈന്യം മുഴുവൻ നശിച്ചതായി കണ്ടപ്പോൾ ഈ പറഞ്ഞയച്ച എല്ലാവരും പോയി. നികുംഭനും പോയി, കുംഭൻ, ധൂമ്രാക്ഷൻ, ദുർമുഖൻ, നരാന്തകൻ, അതുപോലെ സ്വന്തം പുത്രനായ ഈ ഇന്ദ്രിയത്ത്, പ്രഹസ്തൻ, അധികായൻ, ജിഗമ്പൻ, കുംഭകർണൻ ഇവരൊക്കെ നശിച്ചു. സ്വബലനഷ്ടിം അപേക്ഷ്യ, അത് കണ്ടിട്ട് രുഷ്ട കോപിഷ്ഠനായി. ആരുഹ്യ യാനം, വിമാനത്തിൽ കയറി. യാനം രഥമോ വിമാനമൊക്കെ ആവാം. അത് കയറിയിട്ട്
യാനകമഥ അഭിഫഫാര രാമം, രഥത്തിൽ കയറി രാമന്റെ നേരെ അഭിഫഫാര സഞ്ചരിച്ചു എത്തിച്ചേർന്നു. ഇപ്പോഴാണ് രാവണൻ രംഗത്ത് വരുന്നത്. ത്വഫ്യന്തനെ ജുമതി, സ്വന്തം തേര്, നല്ല ജുമതി ശോഭയുള്ളതാണ്. ശോഭ, ജുമതി ശോഭയുള്ളത്. മാതലിനോപനീതേ, മാതലിയാൽ കൊണ്ടുവരപ്പെട്ട സ്വന്തം ചന്ദനത്തിൽ വിഭ്രാജമാനം അഹൻ നിശിതേ ക്ഷുരഭ്രൈ, വിഭ്രാജമാനം അങ്ങനെ ശോഭിക്കുന്നവനായ രാമനെ നിശിതൈഹി ക്ഷുരപ്രൈഹി, ക്ഷുരപ്രം എന്ന് വെച്ചാൽ അമ്പ്, ശരം, ക്ഷുരപ്രൈഹി അമ്പുകളാൽ, ശരങ്ങളാൽ, വിഭ്രാജമാനം അഹൻ, അഹൻ ആക്രമിച്ചു അല്ലെങ്കിൽ ഹനിച്ചു എന്നർത്ഥം, മുറിപ്പെടുത്തി. രാവണൻ തൻ്റെ പുഷ്പകവിമാനത്തിൽ കയറി വന്ന് മാതരി ഓടിച്ചു കൊണ്ടുവരുന്ന രഥത്തിൽ, ദേവലോകത്ത് നിന്ന് മാതരി കൊടുത്തയച്ചാണ് ഈ രഥം. ആ രഥത്തിലിരുന്ന് യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന ശ്രീരാമനെ വളരെ മൂർച്ചയുള്ള ശരങ്ങൾ കൊണ്ട് വളരെയധികം വേദനിപ്പിച്ചു, മുറിപ്പെടുത്തി. രക്ഷപതി ബലനഷ്ടിമവേക്ഷരുഷ്ട ആരുഹ്യയാനകമഥ അഭിഫാരരാമം ത്വഫ്യന്തനദ്യുമതിമാതലിനോപനീതേ വിഭ്രാജമാനമഹനൻ നിശിതേ ക്ഷുരപ്രൈ. രക്ഷപതിഫലനഷ്ടിമവേക്ഷരുഷ്ട ആരുഹ്യയാനകമഥാഭിഫാരരാമം ത്വഫ്യന്തനദ്യുമതിമാതലിനോപനീതേ വിഭ്രാജമാനമഹനൻ നിശിതേ ക്ഷുരപ്രൈഹി. രാമസ്തമാഹ പുരുഷാദപുരീഷ എന്ന കാന്താഭമക്ഷമഫതാപഹൃതാശ്വപത്തേ त्यक्तत्रवഫലമദ്യജുഗുപ്സിതസ്വേച്ഛാമി കാലൈവ കർത്തുരലംഘ്യവീര്യ. രാമഹത്തം അഹ, രാമൻ അവനോട് പറഞ്ഞു, ഹേ പുരുഷാദ, പുരീഷ, മനുഷ്യരെ തിന്നുന്നവനായ, മലം പോലെ ദുർഗന്ധം വഹിക്കുന്ന ദുഷ്ടനായ ഹേ നിശാചര, പുരുഷാദ പുരീഷ, ഇത് യാതൊന്നു കൊണ്ടാണോ ഞങ്ങൾക്ക് കാന്താഫമക്ഷം അഫതാപഹൃതാശ്വത്തെ, ഞങ്ങളുടെ കാന്തയെ അഫമക്ഷം, ഞങ്ങൾ കൂടെ ഇല്ലാത്തപ്പം, കാന്ത അഫമക്ഷം അഫത്ത അപഹൃത, അഫത്തായ നിന്നാൽ അപഹരിക്കപ്പെട്ടു. ഏതുപോലെ? ശ്വപത്, പട്ടിയെപ്പോലെ. ഒരു പട്ടി വന്ന് ചുറ്റും നോക്കിയിട്ട് ആരും അടുക്കലില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണ വസ്തു കടിച്ചു തിന്ന് കൊണ്ടുപോകുന്നത് പോലെ ഞങ്ങൾ കൂടെ ഇല്ലാത്തപ്പോൾ, കാന്തയെ നീ അഫമക്ഷം അഫത അപഹൃത, ഞങ്ങൾ സമക്ഷത്തില്ലാത്തപ്പോൾ, കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ നിൽക്ക വന്ന് വേണം അപഹരിച്ചു കൊണ്ടുപോകാൻ. അത് ചെയ്തില്ല, കള്ളത്തരം കാണിച്ചാണ് കൊണ്ടുപോയത്. അങ്ങനെ ഒരു പട്ടിയെപ്പോലെ. തെക്തപ്യ, ലജ്ജയൊക്കെ ഉപേക്ഷിച്ചവനായി, ഫലമദ്യ ജുഗുപ്സിതസ്യ, അങ്ങനെ ജുഗുപ്സിതമായ കർമ്മം ചെയ്ത അതിൻ്റെ ഫലം ഇന്ന് യച്ഛാമി, നൽകുന്നു. കാലൈവ കർത്തുഹു അലംഘവീര്യ, കാലം എന്ത് കർമ്മം ചെയ്യുന്നവരുടെയും അലംഘ്യമായ വീര്യമാണ്. കർത്താവിന് അയാൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം കൊടുക്കുന്ന കാലമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നീ അനുഭവിക്കും, നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെ കാലമാണ് ഫലം കൊടുക്കുന്നത്. അങ്ങനെ കർത്താവിന് കാലം എന്നതുപോലെ നീ സീതാപഹരണത്തിന്റെ കർത്താവാണ്. അന്ന് ഫലം കിട്ടിയില്ല, കുറച്ച് കഴിഞ്ഞും കിട്ടിയില്ല, ഇപ്പോഴാണ് കാലമായത്.
കാലമാകുമ്പോൾ കാലം അതിൻ്റെ ഫലത്തെ നൽകുക തന്നെ ചെയ്യും. യാതൊരു ആശങ്കയില്ല. കാലസ്വരൂപനാണ് ഈശ്വരൻ. അതുകൊണ്ട് കാത്തു നിന്നോളൂ, നിന്റെ കാലം ആസന്നമായിരിക്കുന്നു. രാമസ്തമാഹ പുരുഷാദപുരീഷ എന്ന കാന്താസമക്ഷമഫത അപഹൃതാശ്വത്തെ തെക്തത്രപസ്യ ഫലമദ്യ ജുഗുപ്സിതസ്യ യച്ഛാമി കാലൈവ കർത്തുരലംഘ്യവീര്യ. രാമസ്തമാഹ പുരുഷാദ പുരീഷ എന്ന കാന്താസമക്ഷം അഫതാപഹൃതാശ്വത്തെ തെക്തത്രപസ്യ ഫലമദ്യ ജുഗുപ്സിതസ്യ യച്ഛാമി കാലൈവ കർത്തുരലംഘ്യവീര്യ. ഏവം ക്ഷിപൻ ധനുഷിബന്ധിതം സ്വസർജാം ബാണം സവജ്രമിവ തദ്ഹൃദയം ബിഭേദ. യോസൃഗ്വമൻ ദശമുഖേർന്യപതദ്വിമാനാത് ആഹേതി ജൽപതി ജനേ സുകൃതീവരിക്ത. ഏവം ക്ഷിപം, ഏവം ഇങ്ങനെ, ക്ഷിപൻ ക്ഷേപിക്കവേ എറിയവേ, ധനുഷി വില്ലിൽ, സന്ധിതം സന്ധാനം ചെയ്ത, ഉത്സസർജ ബാണം ഇങ്ങനെ വില്ലിൽ നിന്നും അമ്പുകളെ പറഞ്ഞയക്കപ്പെട്ടവരായിട്ട് ഇങ്ങനെ പലതരത്തെ അധിക്ഷേപിച്ചുകൊണ്ട്, മുകളിൽ പറഞ്ഞതൊക്കെ അധിക്ഷേപവാക്കുകളാണ്. ഏവം ക്ഷിപൻ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ട്, ധനുഷി സന്ധിതം ബാണം ഉത്സസർജ വില്ലിൽ വലിച്ചു മുറുക്കി കെട്ടിയ വില്ലിൽ ബാണത്തെ പറഞ്ഞയച്ചു. ഉത്സസർജ. വജ്രമിവതത് ഹൃദയം ബിഭേദ വജ്രം പോലെ അത് രാവണന്റെ ഹൃദയത്തെ പിളർന്നു. ഓ അഫർഗുവമൻ രക്തം വമിപ്പിച്ചുകൊണ്ട്, ദശമുഖൈഹി ന്യപതത് വിമാനാ ദശമുഖൻ വിമാനത്തിൽ നിന്നും താഴെ വീണു. ഫോഫർഗുവമൻ അഫർക്ക് ചോരയെന്നർത്ഥം. വമൻ വമിപ്പിച്ചുകൊണ്ട്. രാമന്റെ വില്ല് നെഞ്ചിൽ ചെന്ന് തറയ്ക്കവേ ചോര ഒഴുക്കിച്ചുകൊണ്ട്, ചോര വമിപ്പിച്ചുകൊണ്ട്, ദശമുഖൈഹി ന്യപതത് വിമാനൈഹി ദശമുഖൻ വിമാനത്തിൽ നിന്നും താഴെ വീണു. 10 മുഖങ്ങൾ കൂടി ചോര ഒലിപ്പിച്ചുകൊണ്ട്, ദശമുഖൈഹി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു മുഖത്തല്ല, 10 മുഖത്തിൽ കൂടിയും ചോര ഒലിപ്പിച്ചുകൊണ്ട്, വിമാനാത് ന്യപതത് വിമാനത്തിൽ നിന്ന് താഴെ വീണു. ഹാ ഹാ ഹേതി ജൽപതി ജനേ സുകൃതീവരിക്ത. അപ്പോഴുള്ള കുഴി എന്ന് ജനങ്ങൾ ഹാഹാ എന്ന് പറയുന്ന സമയത്ത്, രിക്തഹ സുകൃതീവ ക്ഷീണപുണ്യനായ സുകൃതിയെപ്പോലെ ഇയാൾ താഴെ വീണു. പുണ്യം ക്ഷയിച്ചാൽ താഴെ വീഴുക തന്നെ. അങ്ങനെ ഈ രാവണൻ പുണ്യം ക്ഷയിച്ച് താഴേക്ക് വീണു കഴിഞ്ഞപ്പോൾ ജനങ്ങളൊക്കെ ഹാഹാ എന്ന് ഉറക്കെ വിളിക്കുകയും ചെയ്തു. ഏവം ക്ഷിപൻ ധനുഷി സന്ധിതമുത്സസർജ ബാണം സവജ്രമിവ തദ്ഹൃദയം ബിഭേദ. സോസർഗ്വമൻ ദശമുഖേർന്യപതദ്വിമാനാത് ആഹേതി ജൽപതി ജനേ സുകൃതീവരിക്ത. ഏവം ക്ഷിപൻ ധനുഷി സന്ധിതമുത്സസർജ ബാണം സവജ്രമിവ തദ്ഹൃദയം ബിഭേദ. സോസർഗ്വമൻ ദശമുഖേർന്യപതദ്വിമാനാത് ആഹേതി ജൽപതി ജനേ സുകൃതീവരിക്ത. തതോ നിഷ്ക്രമ്യ ലങ്കായാം യാതുധന്യസാം മന്ദോദത്യാഹമന്തസ്മിൻ പ്രരുദ്യത ഉപദ്രവൻ. തതഃ അനന്തരം നിഷ്ക്രമിച്ചിട്ട് ഓടിയെത്തിയിട്ട് ലങ്കായാഹ ലങ്കയിൽ യാതുധന്യഃ യാതുധാൻ സ്ത്രീകൾ, രാക്ഷസിമാർ, യാതുധാൻ രാക്ഷസൻ, യാതുധാനീ രാക്ഷസിമാർ, യാതുധാന്യാഹ രാക്ഷസ സ്ത്രീകൾ, സഹസ്ര ആയിരക്കണക്കിന് ഓടിയെത്തി. മന്ദോദര്യാസമം മന്ദോദരിയോടൊപ്പം, തസ്മിൻ അവിടെ എത്തി, പ്രരുദ്യത ഉറക്ക കരഞ്ഞു. ഉപാദ്രവൻ ഓടിയെത്തി ഉറക്ക കരഞ്ഞു. അപ്പോഴത്തേക്കും മണ്ഡോദരിയോടൊപ്പം ആയിരക്കണക്കിന് സ്ത്രീകൾ അവിടെ എത്തി തങ്ങളുടെ ഭർത്താക്കന്മാർ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട് ഉറക്ക വിലപിച്ചു.
തതോ നിഷ്ക്രമ്യലങ്കായാതു ധന്യഫഹഫൃശാം മന്ദോദര്യാഫമന്തസ്മിൻ പ്രയുജ്യത ഉപദ്രവൻ. തതോ നിഷ്ക്രമ്യലങ്കായാതു ധന്യഫഹഫൃശാം മന്ദോദര്യാഫമന്തസ്മിൻ പ്രരുദത്യ ഉപദ്രവൻ. സ്വാൻ സ്വാൻ ബന്ധുൻ പരിഷ്വജ്യ ലക്ഷ്മണേഷുഭിതർജിതാൻ ഋതുഫുഫുരം ദീനാഘ്നന്ത്യ ആത്മാനമാത്മനാം. സ്വാൻ സ്വാൻ ബന്ധുൻ പരിഷ്വജ്യ, അവരവരുടെ ബന്ധുക്കളെ ആലിംഗനം ചെയ്തിട്ട്, ഓടി വന്ന് മരിച്ചു കിടക്കുന്ന ഭർത്താക്കന്മാരെയും സഹോദരന്മാരെയും ഒക്കെ ആലിംഗനം ചെയ്തിട്ട്, ലക്ഷ്മണേഷുഭിതർജിതാൻ, ലക്ഷ്മണന്റെ അമ്പുകൊണ്ട്, ലക്ഷ്മണ ഇഷുഭിഹി അമ്പുകളാൽ, അർദ്ദിതാൻ മർദ്ദിതാൻ, ലക്ഷ്മണന്റെ അമ്പുകളെ കൊണ്ട് മർദ്ദിക്കപ്പെട്ട് വീണുകിടക്കുന്ന അവരവരുടെ ബന്ധുക്കളെ അവരവർ വന്ന് ആലിംഗനം ചെയ്തിട്ട്, രുരുദുഫുസ്വരം ദീനരായി ഉറക്ക കരഞ്ഞു, ഖ്നന്ത്യ ഇടിച്ചു. എങ്ങനെ? ആത്മാനമാത്മന, തൻ്റെ തന്നെ കൈകൊണ്ട് തൻ്റെ തന്നെ നെഞ്ചിലിടിച്ചുകൊണ്ട്. ആത്മാനം ആത്മന ഖ്നന്ത്യ, മറ്റൊരാളിടിക്കുകയല്ല, തന്നെത്താൻ ഇടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെത്താൻ ഇടിച്ചുകൊണ്ട് ഫുഫുരമായി ദീനസ്വരത്തിൽ ഉറക്ക കരഞ്ഞു. സ്വാൻ സ്വാൻ ബന്ധുൻ പരിഷ്വജ്യ ലക്ഷ്മണേഷുഭിരർജിതാൻ രുരുദുഫുസ്വരം ദീനാക്ഷന്ത്യ ആത്മാനമാത്മനാം. സ്വാൻ സ്വാൻ ബന്ധുൻ പരിഷ്വജ്യ ലക്ഷ്മണേഷുഭിരർജിതാൻ രുരുദുഫുസ്വരം ദീനാക്ഷന്ത്യ ആത്മാനമാത്മനാം. ഹാ ഹതഫഹാഹതാസ്മയം നാഥ ലോകരാവണ രാവണാം കം യായാച്ഛരണം ലങ്കാം ത്വദ്വിഹീനാപരാധിതാം. ഹാ ഹതാസ്മ, ഹാ ഞങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഹേ നാഥ, ലോകരാവണ രാവണ, ലോകരാവണൻ ലോകത്തെ കരയിക്കുന്നവൻ. രാവണൻ എന്ന വാക്കിൻ്റെ അർത്ഥം രൗ എന്ന ധാതുവിൽ നിന്ന് രുദതി എന്ന വാക്കുണ്ടാക്കും. ഉറക്കെ മറ്റുള്ളവരെ കരയിക്കുന്നത് കൊണ്ടാണ് രാവണൻ എന്ന് പേര് വന്നത്. ലോകരാവണൻ, ലോകത്തെ മുഴുവൻ കരയിക്കാൻ കെൽപ്പുള്ളവനായ രാവണൻ. ലോകരാവണനായ ഈ ഹേ രാവണ എന്നുറക്കെ വിലപിച്ചുകൊണ്ട്, കം ആരേ, യായാത് ശരണം, യായാച്ഛരണം, കം ആരെയാണ് ഇനിയും ശരണം പ്രാപിക്കേണ്ടത്, ലങ്ക, ഈ ലങ്കയ്ക്ക് ഇനി ആരാണ് ആശ്രയം, ഈ ലങ്ക ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത്, ത്വദ്വിഹീന അങ്ങില്ലാത്ത, പരാർദ്ധിത ശത്രുക്കളാൽ മർദ്ദിക്കപ്പെട്ട അനാഥയായ ഈ ലങ്ക അങ്ങില്ലാതെ ഇപ്പോൾ ആര് ശരണം പ്രാപിക്കും? ആരാണ് ലങ്കയ്ക്ക് ഒരാശ്രയം? ലങ്ക എങ്ങനെ നിലനിൽക്കും എന്നിങ്ങനെ ഇവരെല്ലാം ഉറക്ക വിലപിച്ച് കരഞ്ഞു. ഹാ ഹതാസ്മവയന്നാഥ ലോകരാവണ രാവണ കം യായാച്ഛരണം ലങ്കാത്വദ്വിഹീനാപരാധിതാം. ഹാ ഹതാസ്മവയന്നാഥ ലോകരാവണ രാവണാം കം യായാച്ഛരണം ലങ്കാത്വദ്വിഹീനാപരാധിതാം. നൈവം വേദ മഹാഭാഗാം ഭവാൻ കാമവശം ഗതാം തേജോ അനുഭാവം സീതായാം ഏന നീതോ ദിശാമിമാം. നൈവം വേദ മഹാഭാഗ, ഹേ മഹാഭാഗ്യമായുള്ളവനെ, കാമവശം ഗതഃ ഭവാൻ, കാമാധീനനായി തീർന്ന അങ്ങ്, സീതായാഹ തേജോനുഭാവം, സീതയുടെ തേജസ്സിന്റെ അനുഭാവത്തെ, ന ഏവം വേദ ഇങ്ങനെ അറിഞ്ഞില്ലല്ലോ, ഏന നീ തോരിസാമിമാം അങ്ങനെ ഈ ദിശയിലേക്ക് എത്തിച്ചേർന്നതാണ്. അങ്ങ് കാമാവേശനായിട്ടാണ് സീതയുടെ പുറകെ പോയത്. എത്രയോ സ്ത്രീകൾ അന്തഃപുരത്തിലുണ്ട്. അവരെ കൊണ്ട് മതിയാവാതെ കാമാവേശം കൊണ്ടാണ് അങ്ങിപ്പോൾ ഈ സീതയുടെ പുറകെ പോയത്. ആ സീതയുടെ തേജോനുഭാവത്തെ അറിയാതെയാണ് അങ്ങ് അവിടേക്ക് ചെന്നത്. അതിൻ്റെ ഫലമാണ്
ഇപ്പോൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നൈവം വേദ മഹാഭാഗ ഭവാൻ കാമവശങ്കതാം തേജോ അനുഭാവം ഭീതായ ഏന നീതോദിശാമിമാം. നൈവം വേദ മഹാഭാഗ ഭവാൻ കാമവശങ്കതാം തേജോ അനുഭാവം ഭീതായ ഏന നീതോദിശാമിമാം. കൃതൈഷാ വിധവാലങ്കാവയം കുലനന്ദന ദേഹകൃതോന്നം വൃദ്ധാണാം ആത്മാ നരകഹേതവേ. കൃത ഏഷാ വിധവാ ലങ്ക, ഏഷാ ലങ്ക വിധവ കൃത. ഈ ലങ്ക വിധവയായി തീർന്നിരിക്കുന്നു. വയം ച ഞങ്ങളും, ഹേ കുലനന്ദന, കുലത്തെ സന്തോഷിപ്പിക്കുന്നവനായ, രാക്ഷസകുല മുഖ്യനായ, കുലത്തെ സന്തോഷിപ്പിക്കുന്നവനായ ഹേ കുലനന്ദന രാവണ, ഇപ്പോൾ ഈ ലങ്ക വിധവയാണ്, ഞങ്ങളും വിധവയാണ്. ദേഹകൃതോന്നം, അങ്ങയുടെ ശരീരം അന്നമായി തീർന്നില്ലേ? ആർക്ക്? ഗർഭാണാം, കഴുകന്മാർക്ക് ഭക്ഷണമായി തീർന്നില്ലേ അങ്ങയുടെ ശരീരം? ആത്മാ നരകഹേതവേ, അങ്ങയുടെ ജീവാത്മാവ് നരകത്തിലേക്കും പോയില്ലേ? ആത്മാ നരകഹേതവേ, ആത്മാവ് നരകത്തിനും പോയി, ശരീരം കഴുകനും ഭക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ദേഹം ഇല്ലാണ്ടായി. ഈ ലങ്ക ഇപ്പോൾ വിധവയായി മാറിയിരിക്കുന്നു. കൃതൈഷാ വിധവാ ലങ്കാ വയം ച കുലനന്ദനാം ദേഹകൃതോന്നം വൃദ്ധാണാം ആത്മാ നരകഹേതവേൻ. കൃതൈഷാ വിധവാ ലങ്കാ വയം ച കുലനന്ദനാം ദേഹകൃതോന്നം വൃദ്ധാണാം ആത്മാ നരകഹേതവേ. ശ്രീശുകുവാച. ഇത്രയും രാവണവധം വരെയുള്ള കഥകൾ പറഞ്ഞു തീർത്തിട്ട് ശുകൻ ബാക്കി കഥയിലേക്ക് കിടക്കുകയാണ്. സ്വാനാം വിഭീഷണശ്ചക്രേ കോഫരീന്ദ്ര അനുമോദിതാം പിതൃമേധവിധാനേന യദുക്തം സാമ്പരായികം. സ്വാനാം, സ്വന്തം ആൾക്കാർക്ക്, വിഭീഷണ ചക്രെ, വിഭീഷണൻ ചെയ്തു. കോഫലേന്ദ്ര അനുമോദിത, കോഫലേന്ദ്രനായ രാമനാൽ അനുമോദിക്കപ്പെട്ടവനായ വിഭീഷണൻ സ്വന്തം ആൾക്കാർക്ക് പിതൃമേധവിധാനേന, പിതൃമേധവിധി അനുസരിച്ച്, പിതൃക്കൾക്ക് അനുഷ്ഠിക്കേണ്ടുന്ന ക്രിയകൾ അനുസരിച്ച് യദുക്തം, യാതൊന്നാണോ പറയപ്പെട്ടത്, സാമ്പരായികം, സമ്പ്രദായമായി, ഊർധ്വലോകപ്രാപ്തിക്ക് വേണ്ടി പറയപ്പെട്ടിരിക്കുന്ന ഈ പിതൃക്രിയാനുഷ്ഠാനങ്ങൾ എല്ലാം വിഭീഷൺ ചെയ്തു. മരിച്ചുപോയ സ്വജനങ്ങൾക്കൊക്കെ പുണ്യം ലഭിക്കാൻ പാകത്തിനായിട്ട് പിതൃകർമ്മങ്ങൾ അനുഷ്ഠിച്ചു. സ്വാനാം വിഭീഷണശ്ചക്രേ കോഫരീന്ദ്രാനുമോദിത പിതൃമേധവിധാനേന യദുക്തം സാമ്പരായികം. സ്വാനാം വിഭീഷണശ്ചക്രേ കോഫരീന്ദ്രാനുമോദിത പിതൃമേധവിധാനേന യദുക്തം സാമ്പരായികം. തതോ ദദർശ ഭഗവാൻ അശോകവനികാശ്രമേ ക്ഷാമാം സ്വവിരഹവ്യാധിം ശിംശപമൂലമാസ്ഥിതം. തതോ, അനന്തരം, ദദർശ, കണ്ടു, ഭഗവാൻ അശോകവനികാശ്രമേ, അശോകവനികയുടെ ആശ്രമത്തിൽ വെച്ച് കണ്ടു, ക്ഷാമാം, ക്ഷീണിച്ചിരിക്കുന്ന, സ്വവിരഹവ്യാധി, തൻ്റെ വിരഹവ്യാധി കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന, ശിംശപാമൂലമാസ്ഥിതം, ശിംശപയുടെ മൂലത്തിലിരിക്കുന്നതായ സീതയെ ചെന്ന് കണ്ടു. ഇത് ഭാഗവതകാരൻ്റെ, വ്യാസന്റെ മട്ടിൽ കൂടിയാണ് ഇവിടെ രാമായണം കഥ മുമ്പോട്ട് നീങ്ങുന്നത്. ഒരു പക്ഷെങ്കിൽ വാൽമീകിയോ അല്ലെങ്കിൽ എഴുത്തച്ഛനോ വർണ്ണിക്കുന്നതോ കണ്ടതോ പോലെ ആവണം എന്നില്ല. അതുകൊണ്ടാണ് ശ്രീരാമസ്വാമി അശോകവനികയിലെത്തി ശിംശപാമൂലത്തിരിക്കുന്ന സീതയെ നേരിട്ട് ഇന്ന് കണ്ടു, വിരഹവ്യാധി കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന അവളെ. തതോ ദദർശ ഭഗവാൻ അശോകവനികാശ്രമേ ക്ഷാമാം സ്വവിരഹവ്യാധിം ശിംശപാമൂലമാസ്ഥിതം. തതോ ദദർശ ഭഗവാൻ അശോകവനികാശ്രമേ ക്ഷാമാം സ്വവിരഹവ്യാധിം ശിംശപാമൂലമാസ്ഥിതം. രാമപ്രിയതമാം ഭാര്യാം ദീനാം വീക്ഷ്യ അന്വകമ്പതാം ആത്മസന്ദർശനാഹ്ലാദവികസന്മുഖപങ്കജം. രാമൻ പ്രിയതമാം ഭാര്യാം ദീനാം വീക്ഷ്യ,
അന്വകമ്പത. ദീനയായ പ്രിയതമയായ ഭാര്യയെ കണ്ടിട്ട് അനുകമ്പിച്ചു. അനുകമ്പത, അന്വകമ്പത, അനുകമ്പനം തോന്നി. ആത്മസന്ദർശന ആഹ്ലാദ വികസൻ മുഖമംഗജ. തന്നെ കണ്ടതുകൊണ്ട് ആഹ്ലാദം കൊണ്ട് വികസിച്ച മുഖമാകുന്ന താമരയോട് കൂടിയ ആ ദീനയായിരിക്കുന്ന ഭാര്യയെ കണ്ടിട്ട് അനുകമ്പ തോന്നി രാമന്. രാമപ്രിയതമാം ഭാര്യാം ദീനാം വീക്ഷ്യാന്വകമ്പതാം ആത്മസന്ദർശനാഹ്ലാദ വികസൻ മുഖപങ്കജാം. രാമപ്രിയതമാം ഭാര്യാം ദീനാം വീക്ഷ്യാന്വകമ്പതാം ആത്മസന്ദർശനാഹ്ലാദ വികസൻ മുഖപങ്കജാം. ആരോപ്യ ആരുരുഹേയാനം പ്രാതൃഭ്യം ഹനുമദ്യുതാം വിഭീഷണായ ഭഗവാൻ ദത്വാ രക്ഷോഗണേശതാം. ലങ്കാമായുശ്ചകൽപ്പന്തം യയോ ചേർണവ്രതഃ പുരീം. ആരോപ്യ, ആരോപണം ചെയ്തിട്ട് കയറ്റിയിരുത്തിയിട്ട്, ആരുരുഹേ, ആരോഹണം ചെയ്തു, യാനം, യാനത്തെ, ഭ്രാതൃഭ്യം ഹനുമദ്യുത, സഹോദരന്മാരോടും ഹനുമാനോടും കൂടി വിമാനത്തിലേക്ക് കയറിയിരുന്നിട്ട് വിഭീഷണായ ഭഗവാൻ ദത്വ രക്ഷോഗണേശ്വര, വിഭീഷണനായിക്കൊണ്ട് രക്ഷോടങ്കണങ്ങളുടെ ഈശ്വരതയെ കൊടുത്തിട്ട് രാക്ഷസന്മാരുടെ നാഥനായി വാഴൂ എന്ന് ലങ്കാപുരിയുടെ നാഥനായി വിഭീഷണനെ വാഴിച്ചിട്ട് ഹനുമാനോടും അനുജന്മാരോടൊപ്പം വിമാനത്തിൽ കയറി ലങ്കാം ആയുശ്ചകൽപ്പന്തം, കൽപ്പാന്തം വരെ, ഈ കൽപ്പം തീരുന്നവരെ ലങ്കയിൽ നിങ്ങൾ തന്നെ ആയിരിക്കും രാജാക്കന്മാർ എന്നിങ്ങനെ അനുഗ്രഹവും കൊടുത്തിട്ട് യയൗ, പുറപ്പെട്ടു, യാത്രയായി. ചീർണവ്രതപുരി, വ്രതമനുഷ്ഠിച്ചുകൊണ്ട് രാജധാനിയിലേക്ക് യാത്ര ചെയ്തു. അയോധ്യയിലേക്ക് യാത്രയായി. വ്രതമനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് യാത്ര, അതിന് മാറ്റം വരുത്തിയിട്ടില്ല. രക്ഷോഗണങ്ങളുടെ ഈശനായി തന്നെ രാവണനെ വിഭീഷണാഭിഷേകം ചെയ്തു. എന്നിട്ട് അനുജന്മാരോടും ഹനുമാനോടും കൂടി ചീർണവ്രതനായിട്ട് അയോധ്യാപുരിയിലേക്ക് യാത്രയായി. ഇനി അങ്ങോട്ട് അയോധ്യാപുരിയിൽ ചെന്ന് കഴിഞ്ഞ് രാമനെ എങ്ങനെ ഭരതൻ സ്വീകരിച്ചു എന്നുള്ള കാര്യങ്ങളാണ് നമുക്കവിടെ അയോധ്യയിലേക്ക് യാത്രയായി എന്നുള്ളത് നിർത്താം. അയോധ്യയിൽ ചെല്ലുമ്പോൾ മുതലുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കൂടി കാണാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. സംശയമാണെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം.